ഈ പഞ്ചാര ഇട്ടിട്ടുള്ള എന്തെങ്കിലും കാണുമ്പോഴേക്കും അയ്യേ പഞ്ചാര വേണ്ട വേണ്ട എന്ന് പറയണവർ ആദ്യം അങ്ങോട്ട് സേവാക്കിക്കോട്ടാ. പിന്നെ ഇഡ്ഡലി തട്ടും മതി, 5 മിനിറ്റിലാവുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് പാലും 1/4 കപ്പ് ബട്ടറും ഒഴിച്ചു കൊടുത്ത് അതങ്ങ് മാറ്റി വെക്കാം. തണുപ്പുള്ള ഐറ്റംസ് ഒന്നും എടുക്കരുത് കേട്ടോ. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1/2 കപ്പ് ശർക്കരപ്പൊടിയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു പാലില്ലേ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരുപാട് റഫായിട്ട് മിക്സ് ചെയ്യാതെ നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദാ ഈ ഒരു രീതിയിലാണ് മാവിരിക്കേണ്ടത്. ഒരു ദോശാപാത്രൻ്റെ ഒക്കെ മാവ് ഒരു പരുവം. ഇനിയിപ്പോൾ ഞാനൊരു പാത്രം ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിത്തട്ടിലാണ് തയ്യാറാക്കുന്നത്. തട്ടിലേക്ക് കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് അങ്ങോട്ട് ആകുമ്പോഴേക്കും നല്ലപോലെ അങ്ങ് പൊന്തി വരും. ഒരു ടൂത്ത് പിക്ക് വെച്ച് ചെക്ക് ചെയ്താൽ വെന്തോന്നുള്ളതും പിടികിട്ടും. ഇനി ചെറുതാന്ന് ചൂടാറുമ്പോൾ തട്ടിലൊന്നും ഒട്ടാതെ ഈ രീതിയിൽ നല്ലപോലെ അങ്ങോട്ട് എടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ശർക്കര വെച്ചാക്കാത്തവർ എന്തായാലും ആക്കിയിട്ട് അഭിപ്രായം പറയണേ. സെറ്റാന്ന്, അടിപൊളി, എല്ലാവരും ഉണ്ടാക്കി.